ഗായ്സ്, ഇന്ന് നിങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണാൻ പോകുന്നത്. കുറച്ചൊക്കെ ദിവസമായി ഞാൻ ആലോചിക്കുന്ന ഒരു ലോങ് വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ എൻ്റെ ഇക്ക ഡ്യൂട്ടിക്ക് പോയ ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ ബോരിയാണ് ഗായ്സ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി, ചായ തിളച്ച് വരുന്നുണ്ട്. കാണുന്നില്ലേ നിങ്ങൾ? അരെ വാ, എന്തൊരു കറക്റ്റ് ചായ. എന്റെ ചായനെ ഞാനല്ലാതെ വേറെ ആർക്കൊക്കെ പറയാനാണ്? സ്വന്തമായിട്ടൊരു വെള്ളം പോലും എടുത്ത് കുടിക്കാത്ത ഞാൻ കല്യാണം കഴിച്ച ശേഷം സ്വന്തമായി ചായ ഒക്കെ ഇട്ട് കുടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നണം. ആ അത്ഭുതം തോന്നിയിട്ടുള്ള അന്തംവിടലിന്റെ ഫേസിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. എല്ലാ ഡേയ്സും ഒരുപോലെ ആവില്ല, ഓരോ ഡേയ്സും ഓരോ പോലെ ആകും. ചില ദിവസങ്ങൾ ഞാൻ ഒരുപാട് പണിയെടുക്കും, ചില ദിവസങ്ങൾ എനിക്ക് തീരെ പണിയെടുക്കാൻ പറ്റൂല. ആരോഗ്യത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് അതുപോലെ ഇരിക്കും എന്റെ പണിയെടുക്കല്. ഒരുപാട് ആൾക്കാരുടെ വിചാരം ഞാനൊരു പണിയെടുക്കാത്ത ഒരാളാണ് എന്നാണ്. പക്ഷെ സത്യത്തിൽ ഞാൻ പണിയൊക്കെ എടുക്കും. എന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ചിട്ട് കാണാം എന്റെ ഉഷാറൊക്കെ. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്നല്ലാതെ ഒരുപാട് ഭാരിച്ച പണികളും എല്ലാ കാര്യങ്ങളും കൂടി നമ്മളെ കൊണ്ട് എടുക്കാൻ കഴിയൂല. അപ്പൊ ഇവിടുത്തെ അമ്മ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പുറത്ത് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. എന്നാലും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കണ്ണുകടികൾ ഉള്ളതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. പ്ലീസ് ഗേസ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാതെ നമ്മളെ പറ്റി കുറ്റം പറയാതിരിക്കുക. അങ്ങനെ ഇന്ന് മീൻകറി ഉണ്ടാക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ അതിലേക്കുള്ള തേങ്ങ ഒക്കെ അരച്ചു, അതിലേക്കുള്ള മസാലസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചു. തേങ്ങ ചിരകുന്നോർത്ത് ഞാൻ അരച്ചു എന്നാ പറഞ്ഞത്. തേങ്ങ ചിരവി പിന്നെ നമ്മൾ അരച്ചു. അതിനുശേഷം ഞാൻ ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരാള് വരുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അയാളിന്റെ ക്യാമറ കണ്ടുവച്ചിട്ട് ഞാൻ ഓടി വന്നു. അയാള് വീട്ടിലേക്ക് വന്നതല്ല, റോട്ടിൽ കൂടെ പോയതാണ്. പക്ഷെ എന്നാലും ഇത് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അപ്പൊ പിന്നെ ഞാനത് വേഗം മാറ്റിച്ചു. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എൻ്റെ ഒരു ഇതിൽ പറയാനുണ്ടെങ്കിൽ നമ്മളെ അമ്മമാരൊക്കെ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പണിയെടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആളുകളൊക്കെ പറയുന്നത് വീട്ടിലിരിക്കുന്നവരെ വെറുതെ ഇരിക്കുകയാണല്ലോ, ചോറിയും കുത്തിയിരിക്കുകയാണല്ലോ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ 4-5 മണിക്കൂറിന്റെ പരിപാടി ഉണ്ട് വീട്ടില്. ഇത്രയും ദിവസം നമ്മൾ കഷ്ടപ്പെടുന്നതിന് സർക്കാരിന്റെ വകയെങ്കിലും നമുക്ക് പൈസ കിട്ടണം. കാരണം സാധാരണ എല്ലാ ജോലിയേക്കാളും ഒരുപാട് റിസ്ക് എടുക്കുന്ന പരിപാടിയാണ്. പക്ഷെ ഇതേ പണിയെ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെയും ചെയ്യാം. കാരണം വലിയ വൃത്തിയൊന്നും ആക്കാതെ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് കിടക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ നല്ല വൃത്തിയാക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ റിസ്കുകൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും, ഇതൊന്നും പോരാ, ഇതിനേക്കാൾ പണി ചെയ്യണം. മനുഷ്യനെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു മെഷീനല്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒടിഞ്ഞു കുത്തിയൊരു ഭാഗത്ത് കിടക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മളെ തീരുമാനമുള്ള കാര്യങ്ങൾ. ഇതിന്റെ ഇടയ്ക്ക് ഞാനും അമ്മയും കുറെ സംസാരിക്കുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഉമ്മ എന്ന് പറയുമ്പോൾ ഇഞ്ച മധുരയില്ലോ. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പണ്ടത്തെ കാലത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് അമ്മായിമാരും മരുമകളും ഇപ്പോഴും ഉണ്ടാവും. ഇവിടെയാണ് കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മളെ ഇമോഷൻസ് അവരോടും അവരെ ഇമോഷൻസ് നമ്മളോടും പറയുമ്പോൾ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പേസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു ചിന്താഗതിയാണ് കേട്ടോ. പറഞ്ഞ് ഞാൻ കാട് കയറിപ്പോയി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യലി ചോറും മീൻകറിയും പപ്പടവും പിന്നെ ചെമ്മീൻ പൊരിച്ചതും പിന്നെ പയറുപ്പേരിയും പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രഷ് ആവാൻ പോയി, പിന്നെ നിസ്കരിച്ചു. ഇന്നെ കുറ്റം പറയുന്നവർക്കൊക്കെ നല്ല ശിക്ഷ കിട്ടണമെന്നൊക്കെ ഞാൻ സങ്കടത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഞാൻ താഴത്ത് വന്നപ്പോൾ ഉമ്മ അവിടെ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കുള്ള ഫുഡ് എടുക്കാന്ന്. അങ്ങനെ ഞാൻ നടന്ന് നേരെ അടുക്കളയിലേക്ക് പോയി. നല്ല വെളിച്ചം കണ്ടപ്പോൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കൈസ് നമുക്ക് ഞമ്മിയും തിന്നാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ചോറൊക്കെ വിളമ്പി. കുറച്ച് ചോറ് ഞാൻ കഴിക്കാറുള്ളൂ. പിന്നെ നമ്മൾ ഉപ്പേരി ഇട്ടു. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ പൊരിച്ചത്. എനിക്കങ്ങനെ ചെറിയ ചെമ്മീൻ പൊരിച്ചതാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് തോന്നുന്നു അതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന്. വലിയ ചെമ്മീനാകുമ്പോൾ പൊരിച്ച് എത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ പപ്പടം എടുത്തു. പിന്നെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ കറി എടുത്തു. കുറച്ച് ഓവറാക്കി പറഞ്ഞത് ആരും കാര്യമാക്കണ്ട. അതിനുശേഷം നമ്മൾ മാങ്ങ അച്ചാറെടുത്തു. അച്ചാറില്ലാത്തൊരു ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ സിനിമ ഞാൻ എന്നാണ് കാണുന്നത്, എന്റെ കണ്ണീര് വന്നുപോയി ഗൈസ്. ഇങ്ങനത്തെ സൈസ് ആൾക്കാരുണ്ടാവും. എന്തായാലും അതുള്ള ലാസ്റ്റ് നന്നായി. അങ്ങനെ അതൊക്കെ കണ്ട ശേഷം നമ്മൾ മഴ ആസ്വദിച്ചു. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. നമുക്കിന്ന് വൈരങ്കോടൊക്കെ പോകാനുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് അതിന് പോകാനുള്ള കാര്യങ്ങൾ നോക്കണം. വൈരങ്കോടാണ് എൻ്റെ മദറിൻ്റെ വീട്. അപ്പൊ നമുക്ക് ഇന്ന് അങ്ങോട്ട് പോയി വിസിറ്റ് ചെയ്യാനുണ്ട്. മഴ കണ്ട് എനിക്ക് പൂതി തീരാത്തോണ്ട് എൻ്റെ ഒരു കിട നിങ്ങളിപ്പോ കാണണം ഗൈസ്. അങ്ങനെ നമ്മൾ മാറ്റി ഒരുങ്ങി രണ്ടാളും കൂടെ പോവുകയാണ്. നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ബസ്സിന് പോവും.
അങ്ങനെ ഞാൻ ബസ് എത്തുമ്പോഴാണ് ഞാൻ എൻ്റെ ടീമായ ബ്രസീലിൻ്റെ ഫ്ലെക്സ് കണ്ടത്. ബ്രസീലിനെ പറ്റിയൊക്കെ കൂടുതലൊന്നും അറിയൂല, 5 കപ്പം തൊടുത്തുക്കണം, അത് മാത്രമല്ല എല്ലാവർക്കും അറിയും ഗൈസ്. ഇപ്പം നമ്മൾ കടയ്ക്ക് പോയിട്ട് കുറച്ച് മിഠായികളൊക്കെ വാങ്ങും അല്ലേ? ആര് റെഡി? ഈ കുപ്പായം ഒരു രീതി കാണിക്കരുതട്ടാ. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. തിരിച്ചു നമ്മൾ കടയിൽ പോയി മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മൾ കടയിൽ പോയിട്ട് വരികയാണ്. അങ്ങനെയൊക്കെയാണ് ഗൈസ്. നമ്മൾ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ കഴിക്കാൻ ലേസൊക്കെ കഴിക്കാൻ പോവാണ്. നമ്മൾ ലേസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. തരില്ല, ലേസ് എടുക്കാൻ വേണ്ടി ഒരു കുട്ടി വന്നിട്ടുണ്ട്. തരില്ല സംഭവം. നമ്മളത് കഴിക്കാം. നമ്മളോട് ലേസ് ചോദിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ ലേസ് ഒന്നുമില്ല. എന്താ അങ്ങനെ ഇന്നത്തെ നൈറ്റ് സ്പെഷ്യൽ പൊറോട്ട ആൻഡ് ചിക്കൻ കറി, ബീഫ് കറി. എന്നിട്ട് ഞങ്ങൾ പുറത്തുകാലിൽ ഞങ്ങൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കഴിക്കാൻ പോവാണ്. നാരങ്ങ ഉപ്പിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. നാരങ്ങല്ല, ബുർത്തുകാൽ ഉണ്ടാക്കി. സൂപ്പർ ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ എൻ്റെ മച്ചാൻ ഇവിടെ ഫുട്ബോൾ കളി കാണുന്നത്. ഞാനാണ് ഫോണിൽ ലൈവ് എടുത്ത് കൊടുത്തത്. അതിൻ്റെ ഒരു കേട്ട എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.